ഹലോ ഗായ്സ്, നമുക്കിന്ന് കോട്ടയം സ്റ്റൈലിൽ ചിക്കൻ കറി വയ്ക്കാം. അതിന് വേണ്ടി സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ. നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. കുറച്ച് മതി. നമുക്ക് കടയിട്ട് കൊടുക്കും. ഞാൻ എടുത്തേക്കുന്നത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതിലിപ്പോൾ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വരാൻ വേണ്ടി ശകലേശം ഉപ്പും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും. അടുപ്പിലാകുമ്പോൾ നല്ല തീയാണ്, ചൂട് നല്ല ചൂടാണ്. ഇനി അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുവറ ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സംഭവമുണ്ട്, നമ്മളിടുന്നതാണ് തേങ്ങാക്കൊത്ത്. ഇത് ഈ അടുപ്പിൻ്റെ മൂട്ടി വെച്ച് നല്ല പരുവായിരിക്കുന്നതാണ്. ഇത് അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കും. അതിൻ്റെ ഇടയ്ക്കൊരു നടവാതിൽ തുറന്നൊരു കടവാവൽ വന്നു. അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കും. അത് ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടി ചേരുവകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ചിക്കൻ കാണിച്ചു തന്നില്ലല്ലോ, ഇതാ ചിക്കൻ ഇത്രയും ഉണ്ട്. ചിക്കൻ ഇത്രയുണ്ട്. ഇതാണ് ചിക്കൻ. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇട്ട് കൊടുക്കാം.
അവിടെ ലക്കി ബേബിയാണ് ബഹളം വെക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് ചിരിച്ചു, അതാണ് ലക്കി ബേബി ബഹളം വെക്കുന്നത്. മുളക് പൊടി അത്രയും മതിയായിരിക്കും, നമുക്ക് അത്രയും മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, അത് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് തൂരും, ഇത്രയും മതിയാവും. അത് കളറിന് വേണ്ടിയാണല്ലോ, കുറച്ച് മതി. ഇപ്പം തന്നെ നല്ല കളറായിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇത്രയും ഇടുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കാമേ. ഇനി ഇതങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചെടുക്കും. കാരണം അതൊന്ന് പെട്ടെന്ന് അടുപ്പിലായതുകൊണ്ട് ഇതാവും. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ലേശം വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ. സാധാരണ ചിക്കന് ബ്രോയിലറിന് വെള്ളം ഒഴിക്കാറില്ല. ഇത് നമ്മൾ ലേശം ഒഴിക്കും, ഈ അരപ്പൊന്ന് സെറ്റാവാൻ. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങനെ പുരട്ടിയിട്ട് കൊടുക്കാം. കുറച്ചിട്ടിട്ട് നല്ലപോലെ ഇളക്കാം. ഇടയ്ക്ക് ഇനി ബാക്കി ചിക്കൻ കൂടെ നമുക്ക് അങ്ങോട്ട് ഇനി ഇത് ഇളക്കി അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടിയ സംഭവം ഇട്ട് കൊടുക്കും. മസാല പെരുംജീരകം പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ഇത്ര ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഇത്രയും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി ഇനി കുറച്ച് കറിവേപ്പില എങ്ങനെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതങ്ങോട്ട് ഇനി അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇറങ്ങും. അടപ്പെടുത്തും. നമുക്ക് അടച്ചു വെക്കാം. ഇതിനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നെരിയിൽ അടി പിടിക്കും. ആ ചിക്കൻ്റെ വെള്ളം തനിയെ ഇറങ്ങി വേണം അത് വേഗം വേണ്ടി. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. അതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ. പൊടി ഇട്ട് വെച്ചിരുന്നല്ലോ, ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം ഈ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങണമല്ലോ. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാനാണ് ഇളക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമ്പോഴത്തേന് കുറേ ഗ്രേവി കാണും കേട്ടോ. നമ്മളത് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി അതിനകത്ത് ചേർക്കണം. കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നു. അതിങ്ങനെ പൊടിച്ചെങ്കിലും ഒന്നും കൂടെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അടച്ച് വെക്കാം. ചിക്കൻ ഏത് പരുവായെന്ന് നോക്കാം. അതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി. ചിക്കനും വെന്ത് തുടങ്ങി. നമുക്ക് എന്തായെന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. നമ്മൾ ചിക്കന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിൽ നല്ല ടേസ്റ്റ് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വേഗുന്നതാണ് കേട്ടോ. ഇനി അടച്ചു. ലേശം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഉപ്പിട്ട് കൊടുക്കും. ഇനി ഇളക്കണ്ട, വേവിക്കട്ടെ, തിളച്ച് വേഗട്ടെ. ചിക്കൻ ഏത് പരുവായിരുന്നു. നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കില്ലായിരുന്നോ, ഇനി അതിന് ഇളക്കാം. ചിക്കൻ പൊടിഞ്ഞും പോവില്ല. ചിക്കൻ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴാണ് ഈ ചിക്കൻ പൊടിഞ്ഞു പോകുന്നത്. അത് ചിക്കൻ ഇട്ട് ഇളക്കി അതിൻ്റെ തന്നെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചിക്കൻ പൊടിയൂല, അതേപോലെ പീസ് കിടക്കും. നമുക്കത് ചിക്കൻ റെഡി ആവും. നമ്മുടെ ചിക്കൻ കറി നല്ല പരുവായിരിക്കുകയാണ്. എന്താ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയതല്ല. ഗ്രേവി വേണ്ടിയവർക്ക് ഇത്ര എടുക്കാം, അല്ലെങ്കിൽ അല്പം കൂടെ വയ്ക്കുക. നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ ചിക്കൻ കറി. ചിക്കൻ അല്പം കൂടെ ഇതാകണം, അല്പം കൂടെ വറ്റിക്കോട്ടെ. ചിക്കൻ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബ്രോയിലർ ചിക്കൻ ഈ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കൂലേ, ആ രീതിയിലുള്ള ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. ഇത് നാടൻ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ വയ്ക്കുമ്പോൾ. ഓക്കെ ഗായ്സ്, ബൈ. കയ്യിൽ കരി ഉണ്ടോ ഗായ്സ്? ഈ അടുപ്പിൽ പിടിക്കുന്നത്, പക്ഷേ ഈ അടുപ്പിൽ അധികം കരിയില്ല, എന്നാലും ഈ വിറകിലൊക്കെ പിടിക്കല്ലേ, അപ്പോൾ കരിയാണ്. അപ്പോൾ ഓക്കെ, കരി പുരണ്ട ഒരു ബൈ.